രാഹുലെ, യുദ്ധ വാർത്തകളിൽ ഇപ്പോൾ കേൾക്കുന്നത് ഖൊമേനി കൊല്ലപ്പെട്ടു എന്നാണ്. ഇറാൻ്റെ പരമോന്നത നേതാവ്, അവിടുത്തെ മതപണ്ഡിതൻ, അദ്ദേഹത്തിന് 86 വയസ്സുണ്ട്. അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന് കേൾക്കുന്നു. അദ്ദേഹത്തിൻ്റെ മകള് കൊല്ലപ്പെട്ടു എന്ന് കേൾക്കുന്നു. സണ്ണില്ല കൊല്ലപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ യുദ്ധം ശരിക്കും അമേരിക്കയും ഇസ്രയേലും വിജയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരുമോ? ഒരിക്കലുമില്ല. ഇറാൻ ഇതിനു മുമ്പ് ഇപ്പോൾ തന്നെ കൃത്യമായിട്ട് അവരുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പോട്ടും, അതായത് യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ ഇറാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, യുദ്ധം തുടങ്ങുന്നത് നിങ്ങളായിരിക്കും, പക്ഷെ അവസാനിക്കാൻ പോകുന്നത് ഞങ്ങളായിരിക്കും, അതെങ്ങനെ വേണമെന്ന് നിശ്ചയിക്കുന്നത് ഞങ്ങൾ തന്നെയായിരിക്കും എന്നായിരുന്നു ഇറാന്റെ സ്റ്റേറ്റ്മെന്റ്. ഇപ്പോഴും ഇറാൻ പറയുന്നത് ഞങ്ങളുടെ കൂടെയുള്ള 1-2 പേരെ നിങ്ങൾക്ക് കൊല്ലാൻ കഴിഞ്ഞു കാണും, പക്ഷെ എന്ന് കരുതി ഇറാനെ മൊത്തത്തിൽ നശിപ്പിച്ച് കളയാമെന്നുള്ളൊരു സ്ട്രാറ്റജി ഒന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മനോധൈര്യം ഒന്നും ആർക്കും വേണ്ട എന്ന് തന്നെയാണ് ഇറാന്റെ ഒരു നിലപാട്. നമുക്കറിയാം, ഇപ്പോൾ ഇത് ഒരു യുദ്ധം നടക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നത് ഇറാനും ഇസ്രയേലും അമേരിക്കയും പോലെ തന്നെ ഇന്ത്യക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ അങ്ങോട്ട് പോകുന്ന യാത്രകളെല്ലാം മുടക്കിയിരിക്കുകയാണ്. ഇങ്ങോട്ട് വരാൻ കഴിയില്ല. ആദ്യം യുദ്ധം നടക്കുന്നത് ഇറാനിലേക്കാണ്. ഇസ്രയേല് അവിടുത്തെ സിവിലിയൻസിനെയാണ് ആദ്യം ഉപദ്രവിക്കുന്നത്. അവിടുത്തെ സ്കൂളിൽ വരെ ബോംബെടുത്ത ഒരു സാഹചര്യം ഉണ്ടായി. 1960 പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളാണ്. ആ സ്കൂളിലേക്ക് മിസൈൽ ആക്രമണം നടത്തുകയും അവര് മരണപ്പെടുകയും സാഹചര്യം ഉണ്ടാകും. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തിനാണ് യുദ്ധം നടക്കുന്നത് എന്ന് പോലും അറിയാത്ത കുറെ മനുഷ്യർ, കുറെ കുട്ടികൾ, പിഞ്ചു കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മിസൈൽ ആക്രമണത്തിൽ മരണപ്പെടുകയാണ്, സിവിലിയൻസ് ആക്രമിക്കപ്പെടുകയാണ്. എന്നിട്ട് ഇതൊക്കെ എന്തോ വലിയ സംഭവമാണ് എന്ന് കൊട്ടിഘോഷിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ വലിയ വലിയ മാധ്യമങ്ങളെല്ലാം. അതിനപ്പുറത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇസ്രയേലാണ് യുദ്ധം തുടങ്ങുന്നത്, പിന്നീട് അമേരിക്ക ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമാണ്. അതെ, ഇപ്പോഴും ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇവിടുത്തെ ആർമി അല്ലെങ്കിൽ കമാൻഡ് ബേസുകളിലേക്കാണ് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ കമാൻഡ് ബേസിലേക്കാണ്. ഇപ്പോൾ പ്രധാനമായിട്ടും ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇറാന്റെ ഒരു യുദ്ധതന്ത്രം എന്ന് പറയുന്നത് അമേരിക്കയെ ഡയറക്റ്റ് ആക്രമിച്ചു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കത്തില്ല. പക്ഷെ അതിന് അപ്പുറത്തേക്ക് ഇവിടുത്തെ അറബ് രാജ്യങ്ങൾ ആക്രമിച്ചു കഴിഞ്ഞാൽ സൈനിക താവളങ്ങളിൽ മാത്രമാണ് ഇതുവരെ സിവിലിയൻസിനെ അവർ ആക്രമിച്ചിട്ടില്ല. ഒരു മാന്യമായിട്ടുള്ള രീതിയിലാണ് അവരിപ്പോഴും മിസൈൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എത്ര മാന്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാലും യുദ്ധമാണ്. യുദ്ധത്തിന്റെ ഭയം എന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ്. അപ്പോ അടിക്ക് തിരിച്ചടി എന്ന് പറയുമ്പോഴും സാധാരണപ്പെട്ട മനുഷ്യരാണ് അവിടെ അനുഭവിക്കുന്നത്. ഇപ്പോഴും കഴിഞ്ഞ ദിവസം ചേട്ടൻ തന്നെ പറയുന്നത് കേട്ടു, ചേട്ടൻ അറിയാവുന്ന പല ആളുകളും നമ്മൾ ഈ വിദേശത്തൊക്കെ ഒരുപാട് പേരില്ലേ, ഇപ്പൊ ഈ സൈനിക താവളങ്ങളിലൊക്കെ തന്നെ ഈ പറയുന്ന രീതിയിൽ മിസൈൽ വന്ന് വീഴുമ്പോൾ അമേരിക്കൻ സൈനികർ മരിക്കുമ്പോഴത്തേക്ക് അമേരിക്കക്ക് അതിന്റെ മേൽ പിന്നെയും അധികാര ബുദ്ധി ഉണ്ടാവും. ഇപ്പോ UAE നിരവധി വിമാനത്താവളങ്ങളിലൊക്കെ ഇറാൻ മിസൈൽ ഇട്ടെന്നാ പറയുന്നത്. അതെ, അല്ല, ഇറാനെ സംബന്ധിച്ച് ഇറാന് ഇപ്പോ പല ഗൾഫ് രാജ്യങ്ങളിലും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇറാൻ നടത്തിയത്. ഇറാൻ അതിനുശേഷം പറയുന്നത് ഞങ്ങൾ വെറും ടെസ്റ്റ് ഡോസ് മാത്രമാണ്, ഞങ്ങൾ ആക്രമിച്ച് തുടങ്ങിയിട്ടില്ല. അവർക്ക് ആണവായുധമൊക്കെ ഉണ്ട്. അതെ, ആണവായുധം എല്ലാവർക്കും ഉണ്ട്. അല്ല, അമേരിക്ക ഭയപ്പെടുന്നത് ഇറാന്റെ ആണവായുധം തങ്ങളിലേക്ക് എന്തെങ്കിലും പ്രഹരിക്കപ്പെടുമോ എന്നൊക്കെയുള്ളതാണ്. അല്ല, അതിന്റെ ദിവസം അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം യുദ്ധക്കപ്പലിലേക്ക് ഒരു മിസൈൽ പാഞ്ഞെടുത്തു എന്നുള്ള വാർത്തകളൊക്കെ മാധ്യമങ്ങൾ വാർത്തയാക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇറാൻ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, യുദ്ധക്കപ്പൽ ഞങ്ങൾ അടുത്തേക്ക് വരുന്നതിൽ ഞങ്ങൾക്ക് ഭയമൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങൾക്ക് അത് കൃത്യമായിട്ടുള്ള കരുതലുണ്ട്, വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആപത്താണ്, പക്ഷെ എന്ന് കരുതി അത് മുക്കിക്കളയാനുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഞങ്ങളുടെ പക്കലുണ്ട് എന്ന് ഓർക്കണം. അതൊരു ഭീഷണിയാണ്. തീർച്ചയായിട്ടും. അല്ല രാഹുൽ, ഇതിലെ ഒരു ചർച്ച, ഒന്നാം വട്ട ചർച്ച അമേരിക്കയുമായി ഇസ്രയേലുമായിട്ട് ഇറാൻ നടത്തുന്നു. ഈ ഖൊമേനി അവരുടെ ഇറാന്റെ ഈ ചർച്ച നടത്തുന്നു. ചർച്ച കഴിഞ്ഞ ശേഷം ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഈ ആക്രമണം വരുന്നത്. അല്ല, അത് സ്വാഭാവികമാണല്ലോ. ഇസ്രയേൽ ആക്രമിച്ചു കഴിഞ്ഞാൽ, ഇസ്രയേൽ ആക്രമിക്കണമെങ്കിൽ അമേരിക്കയുടെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം അനുസരിച്ച് തന്നെയാണ് ആക്രമിച്ചത്. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിലുള്ള ചർച്ചകൾ, അതായത് ഇന്നലെ രാത്രി മുഴുവൻ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചർച്ചകൾ നടക്കുന്ന സമയത്ത് തന്നെയാണ് യുദ്ധം നടക്കുന്നത്. ലോകരാജ്യങ്ങളെല്ലാം പറയുന്നുണ്ട് ഇത് വളരെ മോശമാണ്, ചർച്ച ചെയ്യുന്ന സമയത്തും യുദ്ധം ചെയ്യുന്നത് വളരെ മോശമാണ് എന്ന് പറയുന്നുണ്ട്. ഇപ്പോ ഇറാന് വേണ്ടിയിട്ട് സംസാരിക്കാൻ എത്രയോ രാജ്യങ്ങളുണ്ട്. ഇറ്റലി പോലുള്ള രാജ്യങ്ങളൊക്കെ ഇറാന് സപ്പോർട്ടായിട്ടാണ് പോകുന്നത്. ഇന്ത്യ പോലും ഇറാനെ തള്ളിക്കളഞ്ഞിട്ടില്ല. കാരണം നമ്മൾ നോക്കുമ്പോൾ പല രാജ്യങ്ങളും, അതായത് ഇറാൻ എന്ന് പറയുന്നത് ഒരു മുസ്ലിം കൺട്രിയാണ്, അല്ലെങ്കിൽ
അത്തരത്തിലുള്ള രാജ്യമായിട്ടാണ് ഇറാനെ കാണുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് മറ്റുള്ള രാജ്യങ്ങൾ ഇറാനെ സപ്പോർട്ട് ചെയ്തത്? ഇന്ത്യ പോലും തള്ളി പറയാത്തൊരു സ്ട്രാറ്റജിയിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട കാരണം യുദ്ധം ആരംഭിച്ചത് ഇസ്രയേലാണ്. അതെ, തീർച്ചയായിട്ടും. ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ട്രംപിന്റെ കൂർമ്മ ബുദ്ധിയാണ്. അപ്പോ എല്ലാവരെയും തന്റെ വഴിക്കാക്കുക. അതുമാത്രമല്ല, ഖൊമേനിയുടെ ഭരണം തെറിപ്പിക്കുക, ഖൊമേനിയുടെ ഭരണത്തെ അവിടെ മാറ്റിയിട്ട് അവർക്ക് താല്പര്യമുള്ള, അമേരിക്കയ്ക്ക് താല്പര്യമുള്ള, ഇസ്രായേലിന് താല്പര്യമുള്ള വെറുതെ ഒരു റബ്ബർ സ്റ്റാമ്പ് ഗവൺമെന്റിനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഖൊമേനിക്ക് ഇപ്പൊ 86 വയസ്സ് കഴിഞ്ഞ ഒരു മതപണ്ഡിതൻ കൂടെയാണ് അദ്ദേഹം. അല്ല, ഇത് തന്നെ അമേരിക്ക പല സ്ഥലങ്ങളിലും ഈവൻ ഇന്ത്യയിൽ പോലും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ അത് ഈ പറയുന്ന പോലെ നിശബ്ദമായി ഇരുന്നു കൊണ്ടുള്ള കളിയാ. അത് നമ്മുടെ പ്രധാനമന്ത്രിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച്, നമ്മുടെ നയതന്ത്രം എന്ന് പറയുന്ന അത്ര കണ്ടതായതുകൊണ്ട് തന്നെ ഒരു മണ്ഡലത്തിലും പോയി നമ്മുടെ രാജ്യം വിടാനുള്ള സാധ്യതയില്ല. അതിനുള്ള ഇതൊക്കെ നമ്മുടെ മണിപ്പൂർ കലാപം ഉണ്ടാകുന്ന സമയത്ത് പോലും ഏറ്റവും കൂടുതൽ വിഷയമുണ്ടായിരുന്ന അവിടെ തോക്ക്, അവിടെ ആയുധങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന ആളുകൾ അത് അമേരിക്കയുടെ ചാരന്മാരാണ്. അതേപോലെ തന്നെ സാറ്റലൈറ്റ് ഫോണുകൾ, ഇതൊക്കെ എങ്ങനെ അവിടേക്ക് വന്നു, അല്ലെങ്കിൽ അവിടെ ആരാണ് സപ്ലൈ ചെയ്യുന്നത് നോക്കി കഴിഞ്ഞാൽ അമേരിക്കയുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ്. അപ്പൊ അമേരിക്കക്ക് ഇതും കൃത്യമായിട്ടുള്ള പങ്കുണ്ട്. ഇസ്രയേല് ചുമ്മാതൊന്നുമല്ല ഇറാനിലേക്ക് പോയി മിസൈൽ ഇട്ടത്, അടിച്ചതും. അടിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം അമേരിക്കയാണ്. ട്രംപ് കൃത്യമായിട്ട് പറഞ്ഞു പോയി അടിച്ചു, ഇറാനെ അടിച്ചോളാൻ പറഞ്ഞു. ട്രംപിന് ഈ ചൊറിഞ്ഞൊരു സ്വഭാവമുണ്ട്. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പം അടിക്കണം. അല്ലെങ്കിൽ പുള്ളി ഇപ്പോ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു നേതാവ് കാരണം അല്ലെങ്കിൽ ഒരു രാജ്യം ഭരിക്കുന്ന ഒരാൾ കാരണം ലോകം മുഴുവൻ അനുഭവിക്കേണ്ട ഒരു ഗതിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭ്രാന്തമായിട്ടുള്ള എന്തെങ്കിലും ചിന്തകൾ വരും, പെട്ടെന്ന് അത് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കും. നമുക്കറിയാം അമേരിക്ക ഇപ്പോൾ നേരിട്ടുകൊണ്ടിരുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ് അവിടുത്തെ സാമ്പത്തിക പ്രശ്നങ്ങൾ. ഇൻഫ്ലേഷൻ റേറ്റ് കൂടി വരികയാണ്. അവിടെ ഇപ്പൊ കടങ്ങൾ, അമേരിക്കയുടെ സാധാരണപ്പെട്ട ആളുകളുടെ കടങ്ങൾ കൂടി വരികയാണ്. ലോക രാജ്യങ്ങൾ അമേരിക്കക്ക് കടം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവിടുത്തെ സിറ്റിസൺസ് കടം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് തിരിച്ചടയ്ക്കാൻ കഴിവില്ലാത്ത ഒരു രാജ്യമായിട്ട് അമേരിക്ക മാറുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള തിരിവിയും മറ്റു കാര്യങ്ങളുമായിട്ട് എന്തിനാണ് ട്രംപ് വന്നത്? ഇതെല്ലാം ഇത്രയും ശതമാനം കൂട്ടിയടിച്ചെന്തിനാണ്? അമേരിക്കക്ക് നിക്കകളി ഇല്ലാതെ നിൽക്കുകയാണ്. ഈ ലോകരാജ്യം എന്നുള്ള വിളിപ്പേര് മാത്രമേ ഉള്ളൂ. ലോകരാജ്യം പോയിട്ട് അമേരിക്ക ഇന്ന് ഇന്ത്യയുടെ മുന്നിൽ പോലും ഒന്നുമല്ലാത്തൊരു സാഹചര്യത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. പക്ഷെ ട്രംപ് എന്താണ്, ഞങ്ങളാണ് ഏറ്റവും വലുത്, ഏത് വിഷയത്തിലും ഞാൻ തന്നെ ഇടപെടും. ഇപ്പൊ നമുക്കറിയാം ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ ട്രംപാണ് പറയുന്നത്, അതെ ഞാൻ ഇടപെട്ട് യുദ്ധം നിർത്തിയിട്ടുണ്ട്, എനിക്ക് വേണ്ടുന്ന എല്ലാ അംഗീകാരവും നിങ്ങൾ തരിക. ആ രീതിയിൽ അതെ, അവസാനം അത് ഡിലീറ്റ് ചെയ്ത് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. എന്തുകൊണ്ടാണ്? ഇന്ത്യൻ നയതന്ത്രജ്ഞന്മാർ കൃത്യമായിട്ട് ട്രംപുമായിട്ട് പറഞ്ഞു ഇത് നടക്കത്തില്ല, ഞങ്ങളുടെ യുദ്ധം കണ്ടിട്ട് പേടിച്ചിട്ടാണ് പാകിസ്ഥാൻ നിർത്തിയിട്ട് പോയെന്ന് എല്ലാവർക്കും അറിയാം. അതെ, അങ്ങനെ തന്നെയാണ് പോയത്. പക്ഷെ ഇപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തിരിച്ചടികൾ അത് വളരെ ഭയാനകമായിരിക്കും. യുദ്ധം അവസാനിച്ചിട്ടില്ല. യുദ്ധം അതിന്റെ ആരംഭത്തിൽ മാത്രമാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതെ, ഈ സൈനിക താവളങ്ങൾ ആക്രമിക്കുമ്പോഴത്തേക്ക് അമേരിക്കൻ സൈനിക താവളങ്ങളിൽ മാത്രമേ ഇപ്പൊ ഇറാനെ ആക്രമിക്കാൻ കഴിയുള്ളൂ. നമുക്കിവിടെ ഇരുന്ന് ചിരിച്ചുകൊണ്ട് ചർച്ചകൾ എടുക്കാം. പക്ഷേ ഇത് അനുഭവിച്ചുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന 1000 മനുഷ്യരുണ്ട്, അവരുടെ കുടുംബങ്ങളുണ്ട്, അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുണ്ട്. അല്ല, വിദേശത്ത് നമ്മുടെ തന്നെ ഒരുപാട് പേര്, കേരളത്തിലുള്ളവരുടെ ഒരുപാട് പേരുടെ ആൾക്കാർ വിദേശത്തുണ്ട്. ഈ പറഞ്ഞ UAE-യിലുണ്ട്. അല്ല, സ്വാഭാവികമായിട്ടും കേരളം ഇന്ന് വളരുന്ന രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട പങ്ക് ഒന്ന് വിദേശ രാജ്യങ്ങൾക്കുണ്ട്. വിദേശ രാജ്യം എന്ന് പറയുമ്പോൾ ഗൾഫ് രാജ്യങ്ങൾ, ഒരു സമയത്ത് ഗൾഫിൽ പോവുക എന്ന് പറയുന്ന ട്രെൻഡ് ആയിരുന്നു. അവിടെ പോയി സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുത്ത് അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് പണം ഒഴുകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നും അങ്ങനെ തന്നെയാണ് പൊക്കോണ്ടിരിക്കുന്നത് പല കുടുംബങ്ങളിലും. നല്ല ടെൻഷനുള്ള ഒരുപാട് ഫാമിലി, ഓരോ അച്ഛനമ്മമാരും ഭയന്നിരിക്കുകയാണ്. തന്റെ മക്കൾ അവിടെ അവരും ഭയന്നിരിക്കുകയാണ്. അല്ല, ചില ആളുകൾ പറയും ഇവിടെ ഒന്നും കുഴപ്പമില്ല, സിവിലിയൻസിനെ ഒന്നും ആക്രമിച്ചിട്ടെന്ന്. പക്ഷേ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് പോവുകയാണെങ്കിൽ, ഇസ്രയേൽ ആക്രമിച്ചതുപോലെ ഇറാനും ആക്രമിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ വലിയൊരു വിപത്തിലേക്കായിരിക്കും പോകാൻ പോകുന്നത്.